ഈ ഗസയിൽ ഇസ്രായേലിൻ്റെ സമാനതകളില്ലാത്ത വംശഹത്യ ക്രൂരത തുടരുമ്പോൾ ലോകത്താകമാനം വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചു. അതിൽ ശ്രദ്ധേയമായ പ്രതിഷേധങ്ങൾ ഉണ്ടായത് തീർച്ചയായും യൂറോപ്പിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഫ്രാൻസിലും ബ്രിട്ടനിലും ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ലേബർ പാർട്ടിയാണ് ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത്. അവിടെ പലസ്തീൻ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ച, അല്ലെങ്കിൽ വലിയ പ്രതിഷേധവും പലസ്തീൻ അനുകൂലമായി വലിയ പരിപാടികളും ഒക്കെ നടത്താൻ മുന്നിൽ നിന്ന കുറേ ആളുകൾ എന്നല്ല, അത്തരം നടപടികളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഈ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എല്ലാവരും ജയിക്കുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. ജനങ്ങൾ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു. ഇപ്പോൾ ഫ്രാൻസിലേക്ക് വന്നാൽ തീവ്ര ഇടതുപക്ഷ പാർട്ടിയാണ് അവിടെ ഏറെക്കുറെ അധികാരത്തിലേക്ക് നീങ്ങുന്നത്. അവരും പലസ്തീൻ വിഷയത്തിൽ ഫലസ്തീൻ അനുകൂലമായി, ഗസയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ ജനങ്ങൾ മൊത്തത്തിൽ ഈ ഫലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഒരു തെളിവായി ഇതിനെ കാണണമോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ കാണണം ദാവൂദ് സാഹിബ് ഈ ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും ജനവിധിയും ഒപ്പം അതിൽ നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ വിജയവും? ഇന്നലെ ടെലഗ്രാഫ് പത്രം ഒരു വാർത്ത കൊടുത്തതിൻ്റെ ഒരു തലക്കെട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ 5ാമത്തെ ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് പലസ്റ്റൈൻ ബ്ലോക്ക് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരത് പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ പലസ്റ്റൈൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട 4 സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അവരിൽ എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അപ്പം ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് ലേബർ പാർട്ടി നിൽക്കുന്നു, 2ാമത്തെ ബ്ലോക്കായിട്ട് കൺസർവേറ്റീവ് പാർട്ടി നിൽക്കുന്നു, 3ാമത്തെ ബ്ലോക്കായിട്ട് ലിബറൽ ഡെമോക്രാറ്റ്സ് നിൽക്കുന്നു, 4ാമത്തത് റിഫോം പാർട്ടി. ഈ റിഫോം പാർട്ടി എന്ന് പറയുന്നത് ഈയിടെ ഉണ്ടായിട്ടുള്ള ഈ വലതുപക്ഷ ഇതാണ്. 5ാമത്തെ ബ്ലോക്കായിട്ട് പലസ്റ്റൈൻ ബ്ലോക്ക് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു പെശകുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലസ്റ്റൈൻ ബ്ലോക്കിന് യഥാർത്ഥത്തിൽ 5 MP-മാരുണ്ട്. കാരണം 4 മുസ്ലിം സ്ഥാനാർത്ഥികളും ജെർമി കോർബിനും യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ജെർമി കോർബിൻ ലേബർ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ലീഡറായിരുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ് ലിസിങ്ടൺ മണ്ഡലത്തിൽ. അദ്ദേഹം ഫലസ്തീൻ പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണമായതാക്കിയത്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ബ്ലോക്കായിട്ട് ഈ പലസ്തീൻ ബ്ലോക്ക് അവിടെ നിൽക്കുകയാണ് 5 MP-മാരുമായിട്ട്. അപ്പം ബ്രിട്ടീഷ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഫലസ്തീന് വേണ്ടി സംസാരിച്ച, ഗസയ്ക്ക് വേണ്ടി സംസാരിച്ച, ഇസ്രായേലിനെതിരെ സംസാരിച്ച, അത് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റിയ ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ, 5 സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. 5 സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന മാത്രമല്ല, നിരവധി മണ്ഡലങ്ങളിൽ ഇവർ 2ാം സ്ഥാനത്തെത്തുന്നുണ്ട്. അതിൽ ഈ ഒരു പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ അവിടുത്തെ അമിത്ഷാ എന്ന് പറയാവുന്ന തരത്തിൽ ഈ കീർ സ്റ്റാർമാൻ്റെ വലങ്കൈയായിട്ടുള്ള കക്ഷിയാണ് വെസ്റ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പുള്ളി മത്സരിച്ചത് ഈ ഇൽഫോർട്ട് നോർത്ത് മണ്ഡലത്തിൽ. അവിടെ അദ്ദേഹത്തെ 526 വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. 2ാം സ്ഥാനത്ത് വന്നതറിയാം ലെന അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് 24 വയസ്സുള്ള ഒരു 1948 ഹൈഫയിൽ നിന്ന് അഭയാർത്ഥികളായി ബ്രിട്ടനിലേക്ക് വന്ന ആളുടെ കൊച്ചുമകളായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി 24 വയസ്സുള്ള ലീന അഹമ്മദ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ പൊളിറ്റിക്സിലെ നമ്പർ 2 എന്ന് പറയാവുന്ന വെസ്റ്റ് സ്ട്രീറ്റിനെ 526 വോട്ടിനാണ് ആ മനുഷ്യൻ കഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. ആ നിലക്ക് തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ലേബർ പാർട്ടി 400 വോട്ട് നേടി 1ാം സ്ഥാനത്തെത്തുമ്പോഴും 2019 വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ കാണേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വളരെ എക്സ്പ്ലിസിറ്റായിട്ട് തന്നെ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ലേബർ പാർട്ടി അതിൽ നിന്ന് അല്പം മാറി അല്പം കൂടി ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലാണ് ഈ പറയുന്ന നമ്മൾ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഉണ്ടല്ലോ സ്റ്റാർമർ, അദ്ദേഹം ഫലസ്തീനെതിരായി സംസാരിക്കുന്നുണ്ട്, ഗസക്കെതിരായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ടോൺ മാറ്റുന്നുണ്ട്. ഈ പറയുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കണമെന്നും ഈ നിലക്കുള്ള കുറച്ചും കൂടി ഇസ്രായേലിനെതിരായിട്ട് സംസാരിക്കുകയും ഫലസ്തീനോട് സോഫ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലേബർ പാർട്ടി വിജയിക്കുന്നു എന്ന് മാത്രമല്ല, ലേബർ പാർട്ടി വളരെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്ന് മാത്രമല്ല, ലേബർ പാർട്ടിയുടെ നിലപാടുകൾ പോരാ എന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വതന്ത്രരായി മത്സരിച്ച 5 പേർ, ഫലസ്തീൻ അനുകൂലികളായിട്ടുള്ള 5 പേർ വിജയിച്ചു. അവർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇരിക്കുന്നു, അവർ ഒരു ബ്ലോക്കായി ഇരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് സേഫ് പറഞ്ഞ മാതിരി
എങ്ങനെയാണ് ഈ പറയുന്ന ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങളെല്ലാം ഫലസ്തീൻ പ്രശ്നത്തെ മറ്റൊരു കണ്ണിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾക്കിടയിൽ അതൊരു വികാരമായി നിൽക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഈ ഇലക്ഷനിൽ നമ്മൾ കാണുന്ന കാര്യം ബ്രിട്ടനിൽ TMB എന്ന് പറയുന്ന ഒരു സംഘടന, ദ മുസ്ലിം വോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോൺ പൊളിറ്റിക്കൽ ഒരു പ്രഷർ ഗ്രൂപ്പ് ഈ 2023 ഡിസംബറിൽ ഫോം ചെയ്യുന്നുണ്ട്. അവരാണ് ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ഈ നിലക്കുള്ള ക്യാൻവാസിങ് ഏറ്റവും സംഘടിതമായി നടത്തുന്നത്. അപ്പോൾ അവർ പ്രപ്പോസ് ചെയ്ത കാൻഡിഡേറ്റ്സാണ് ഈ ജയിക്കുന്ന ആളുകളെല്ലാം. അപ്പോൾ അതൊരു പുതിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് തന്നെ ഇവോൾവ് ചെയ്ത് വരാനുള്ള സാധ്യതയെക്കുറിച്ച് അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം അങ്ങ് വിദൂരത്ത് കിടക്കുന്ന ബ്രിട്ടനിൽ അതൊരു പൊളിറ്റിക്കൽ ഫോർമേഷന് വരെ കാരണമാകുന്നു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് മുമ്പ് പറഞ്ഞ മാതിരി ഫലസ്തീനുമായിട്ട് ഏതെങ്കിലും നിലക്കുള്ള വ്യാപാര ബന്ധമോ സാമ്പത്തിക ബന്ധമോ ഒന്നുമില്ലാത്ത അതിവിദൂര ദേശത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് മേൽ വന്നു വീഴുന്ന ബോംബുകൾ അവിടെ ഒരു രാഷ്ട്രീയം, ഒരു പൊളിറ്റിക്കൽ ഫോർമേഷന് കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷകളുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് ഫ്രാൻസിലും സംഭവിക്കുന്നത്. ഫ്രാൻസിൽ കഴിഞ്ഞ മാസമാണ് യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തെത്തുന്നത് ഈ ലീപ്പൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. പക്ഷേ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോഴേക്കും നമ്മൾ നേരെ തിരിച്ചാണ് കാണുന്നത്. അവർ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. 3ാം സ്ഥാനത്തേക്ക് പോയെന്ന് മാത്രമല്ല, ഈ പറയുന്ന ലെഫ്റ്റ് പാർട്ടിയുടെ നേതാവ് ആക്ച്വലി അവിടെ ഇത് ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിച്ചിട്ടില്ല. എക്സിറ്റ് പോൾസേ വന്നിട്ടുള്ളൂ. പക്ഷേ എക്സിറ്റ് പോൾ അത് നമ്മുടെ എക്സിറ്റ് പോൾ മാതിരിയല്ല. എക്സിറ്റ് പോൾ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതായിരിക്കും. അദ്ദേഹം നടത്തുന്ന വിജയ റാലിയിൽ അദ്ദേഹം ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വരും, ഗവൺമെൻറ് ഫോം ചെയ്യും, പലസ്തീനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അപ്പം ഈ പറയുന്ന വലതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള രാജ്യമാണെന്നും കൂടെ മനസ്സിലാക്കണം. 33% വോട്ടാണ് ഈ യൂറോപ്യൻ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ നേടുന്നത്. അതിനുശേഷമാണ് അവിടുത്തെ ഫ്രഞ്ച് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതിൽ 1ാം ഘട്ടത്തിൽ 50% ത്രഷോൾഡ് കടക്കാത്ത സീറ്റുകളിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട കാര്യം ഈ പറയുന്ന ലെഫ്റ്റ് പാർട്ടിയും ഈ അവിടുത്തെ മാക്രോണിൻ്റെ നേതൃത്വത്തിലുള്ള എൻസംബിൾ, അദ്ദേഹത്തിൻ്റെ സെൻട്രിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു ധാരണയിലെത്തുന്നുണ്ട്. കാരണം അവർ ക്രോസ് വോട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന തീവ്ര വലതുപക്ഷം എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അതും ഇന്ത്യയിലൊരു പാഠമാണ്. എങ്ങനെയാണ് വലതുപക്ഷത്തെ മാറ്റി നിർത്താൻ ഈ പറയുന്ന ജനാധിപത്യവാദികൾ എങ്ങനെയാണ് പണിയെടുക്കേണ്ടതെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഫ്രാൻസിൽ നിന്ന് വരുന്നത്. എനിവേ ഈ പറഞ്ഞ വലതുപക്ഷം യൂറോപ്പിൽ വലിയ മേൽക്കൈ തേടുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണ കോലാഹലം നടക്കുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കും ഫ്രഞ്ച് പാർലമെൻറ്റിലേക്കും നടന്ന ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു റിസൾട്ടുമായി പുറത്തു വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് നിങ്ങൾ ആയുധം ഉപയോഗിച്ച് ഏത് കോസിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് തിരിച്ചടിക്കുക മാത്രമല്ല, ഈ പറയുന്ന ജനാധിപത്യവാദികൾക്ക്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷകളുണ്ട് എന്ന സന്ദേശം നൽകുന്നതാണ് ഈ സംഭവം. അത് ഫലസ്തീൻ കോസിൽ ഈ ജനവിധികളെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കും? ഏറ്റവും അവസാനം പറഞ്ഞ സംഗതിയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായി തോന്നുന്നു. വലതുപക്ഷം അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു രഥയാത്രയെ തടയാൻ ലോകത്താർക്കും കഴിയാത്തൊരു നില ഇപ്പോഴുണ്ട് എന്നുള്ള ഒരു നിരാശയെ തിരിച്ചു വയ്ക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലായാലും ഫ്രാൻസിലായാലും ബ്രിട്ടനിലായാലും എല്ലാം തന്നെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി വോട്ട് ചെയ്യുകയും വലതുപക്ഷത്തിൻ്റെ അധികാരമോഹത്തെ ഞെട്ടിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഫ്രാൻസിലെ കാര്യം പറഞ്ഞാൽ, ഫ്രാൻസിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ലീപ്പൻ്റെ വലതുപക്ഷ പാർട്ടി വലിയ കുതിപ്പ് നടത്താൻ പോകുമെന്നുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായ പ്രവചനങ്ങൾ പോലെ. എന്നാൽ ആ പ്രവചനങ്ങളല്ല സംഭവിച്ചത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാവുകയും അവിടുത്തെ ലെഫ്റ്റിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ കക്ഷിയാവുകയും മാക്രോണിൻ്റെ പാർട്ടി തൊട്ട് പിന്നാലെ വരികയും അവരൊരു സഖ്യം ഉണ്ടാക്കി ആരെ പരാജയപ്പെടുന്നു? വലതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ വലതുപക്ഷത്തിന് ഇന്ത്യയിലായാലും ഫ്രാൻസിലായാലും എല്ലായിടത്തും ജനങ്ങൾ വലതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഫലസ്തീൻ സ്റ്റേറ്റിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയമായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ച ഒരു സഖ്യത്തിന്. ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒരു ആർട്ടിക്കിളിൽ അവർ പറയുന്നത് ഫ്രാൻസിലെ 5 ലക്ഷത്തോളം വരുന്ന ജൂത സമൂഹത്തെ ഞെട്ടിക്കുകയാണ് ഈ ഫലം എന്നാണ്. എന്നുവെച്ചാൽ പ്രഖ്യാപിതമായി തന്നെ യഹൂദ വിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയ സംഘത്തെ അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഗതിയാണ് എന്ന് അവർ എഴുതുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഫ്രാൻസ് പോലെ ഒരു രാജ്യം ഏതൊക്കെ തരം വിവാദങ്ങൾക്കും സംഭവങ്ങൾക്കും നിയമങ്ങൾക്കൊക്കെ കുപ്രസിദ്ധി ആർജിച്ച അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിവാദത്തിൽപ്പെട്ട ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ആളുകൾ വോട്ട് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ചില്ലറ സംഗതിയായിട്ടല്ല കാണുന്നത്. നേരത്തെ ദാവൂദ് പറഞ്ഞ ഇന്ത്യയിൽ പോലും നമുക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാഠങ്ങൾ അതിനകത്തുണ്ട് എന്നാണ്. ബ്രിട്ടൻ്റെ കാര്യവും സ്വാഭാവികം. നേരത്തെ പറഞ്ഞ പോലെ കടുത്ത
എന്താ പറയുന്നത്, ഇസ്രായേൽ വിരുദ്ധ നിലപാടും പ്രോ പലസ്തീൻ നിലപാടെടുത്ത മനുഷ്യരെ വിജയിപ്പിക്കാൻ ആളുകൾക്ക് അവിടെ രണ്ടാമത് ആലോചിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും പ്രധാന സംഗതി. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് ഒരു തെറ്റിപ്പോയ അറ്റാക്കായിരുന്നുവെന്നും അത് വേണ്ടിയിരുന്നില്ല എന്നും ആ പ്രത്യാക്രമണം ഒഴിവാക്കാമായിരുന്നുവെന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല, അവിടെ ആളുകൾ കൊല്ലപ്പെടുകയാണല്ലോ എന്ന് നിരാശപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ലോകം, ചരിത്രത്തിൽ ആദ്യമായി ഫലസ്തീൻ അനുകൂലമായി ഇത്ര വലിയൊരു വേവ് ലോകത്തുണ്ടാവുകയാണ്. ഈ രാഷ്ട്രം സാധ്യമാകണമെന്ന് വിചാരിക്കുന്ന സമൂഹങ്ങളുടെ എണ്ണം, ജനപദങ്ങളുടെ എണ്ണം വലുതാവുന്നു. അനുകൂലമായ നിലപാട് പ്രഖ്യാപിക്കുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു. ഇസ്രായേലിനോട് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഒരു വിക്ടറിയിലേക്ക് ഫലസ്തീൻ ജനത നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ എല്ലാ കാലത്തും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ അവരുടെ എല്ലാ തരത്തിലുള്ള ഇസ്രായേൽ ഇൻവേഷനും ഇസ്രായേലിൻ്റെ അറ്റാക്കും ആദ്യത്തെ കുറച്ച് ദിവസം വാർത്തകൾ നിറയുകയും പിന്നെ അത് നിശബ്ദമായി ആ വംശഹത്യ പൂർണ്ണം നടന്നുകൊണ്ടിരിക്കുകയും ആരും ശ്രദ്ധിക്കാതിരിക്കുകയും അവർ ഓർമ്മകളിലേക്ക് മറവിയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഫലസ്തീൻ എന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടാണ്. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിനും വേണ്ടി ജനങ്ങൾ ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും സ്ഥിതി മാറ്റിപ്പണിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് അതിൻ്റെ വിജയകരമായ മുന്നോട്ട് പോക്കിലൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു കാര്യം, ഈ ഫലസ്തീന് വേണ്ടി സംസാരിച്ചത് കൊണ്ട് നമ്മളുടെ വോട്ട് പോയി എന്ന് വിലപിക്കുന്ന കേരളത്തിലെ CPM മാരുണ്ട്, അവർ ഫ്രാൻസിലേക്ക് നോക്കണം. തീർച്ചയായും. അപ്പോൾ UK യിലെയും ഫ്രാൻസിലെയും ജനവിധികൾ പുതിയ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.